ഒരു മകൻ തൻ്റെ വയോധികനായ അച്ഛനെ ഒരു ചെറിയ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ശാന്തമായ ഒരു സായാഹ്നം. അച്ഛൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശരീരം ക്ഷീണിച്ചിരുന്നു. ഒരല്പം ഭക്ഷണം കഴിക്കാൻ പോലും അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു. ഭക്ഷണം സ്പൂണിൽ നിന്നും താഴെ വീണ് ഷർട്ടും പാൻറ്റുമെല്ലാം വൃത്തികേടായി. ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചിലർ പിറുപിറുത്തു. വിമർശനത്തിൻ്റെ ഒരു നിശബ്ദത അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മകൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ ശാന്തനായി അച്ഛനോടൊപ്പം ഇരുന്നു. മൃദുവായി സംസാരിച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പുഞ്ചിരിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അച്ഛനെ സാവധാനത്തിൽ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലജ്ജയില്ലാതെ അവൻ അച്ഛനെ വൃത്തിയാക്കി. കൈകൾ കഴുകി, ഷർട്ടിലെ പാടുകൾ നീക്കി, മുടി ചീകി, കണ്ണട ശരിയാക്കി, എല്ലാം ക്ഷമയോടെ സ്നേഹത്തോടു കൂടി ചെയ്തു. അവർ തിരികെ എത്തിയപ്പോൾ ഹോട്ടൽ മുഴുവൻ നിശബ്ദമായിരുന്നു. ഇപ്പോൾ അവരെ ആളുകൾ നോക്കിയത് വെറുപ്പോടെ ആയിരുന്നില്ല, ഒരുപാട് ബഹുമാനത്തോടു കൂടിയായിരുന്നു. മകൻ ബില്ലടച്ച് അച്ഛനെ പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ഒരു വയോധികൻ മകനെ എന്ന് പിന്നിൽ നിന്ന് വിളിക്കുന്നത്. അയാൾ തിരിഞ്ഞു നോക്കി. വയോധികൻ പറഞ്ഞു, നീ എന്തോ മറന്നുപോയി. അയാൾ പറഞ്ഞു, ഇല്ല സർ, ഞാനൊന്നും മറന്നിട്ടില്ല. വയോധികൻ പറഞ്ഞു, നീ ടേബിളിൽ ഒന്നും തന്നെ ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ എന്തോ നീ ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വയോധികൻ ആ മകൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇവിടെയുള്ള ഓരോ മക്കൾക്കും നീ ഒരു പാഠം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ മാതാപിതാക്കൾക്കും നീ ഒരു പ്രതീക്ഷയും നൽകിയിട്ടുണ്ട്. അവിടെ എല്ലാവരും നിശബ്ദരായി. ചിലർ തല താഴ്ത്തി, ചിലരുടെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. കാരണം എല്ലാവർക്കും സത്യം മനസ്സിലായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം നിനക്ക് ഭക്ഷണം തന്ന കൈകൾ വിറയ്ക്കും. നിനക്ക് വഴി കാണിച്ച ശബ്ദം ദുർബലമാകും. നിന്നെ നോക്കി നിന്ന കണ്ണുകൾക്ക് വഴി കാണാൻ സഹായം വേണ്ടിവരും. ആ ദിവസം വന്നാൽ നീ ഒരിക്കലും തിരിഞ്ഞു പോകരുത്. നമ്മളെ വളർത്തിയവരെ നോക്കുന്നത് ഒരു ഭാരമല്ല, അതൊരു അഭിമാനമാണ്. അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക, അവരോടൊപ്പം നിൽക്കുക. ഇന്ന് നീ നിന്റെ മാതാപിതാക്കളെ എങ്ങനെ നോക്കുന്നുവോ അങ്ങനെ തന്നെയാണ് നിന്റെ മക്കൾ നിന്നെയും നോക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.